ഈ മുണ്ടക്കയിലേക്ക് എത്തുന്നു. ബെയിലി പാലം കടന്ന് അദ്ദേഹത്തിൻ്റെ വാഹനം പോയിട്ടുണ്ട്. സൈനിക വാഹനത്തിൽ ആണ് മോഹൻലാൽ മുണ്ടക്കയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ മോഹൻലാൽ മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തകരോടൊപ്പം തെരച്ചിൽ സംഘത്തോടൊപ്പം ചേരും. സൈനിക യൂണിഫോം ധരിച്ച് സൈനിക വാഹനത്തിൽ തന്നെയാണ് മുണ്ടക്കയിലേക്ക് പുറപ്പെട്ടത്. നേരത്തെ മേപ്പാടിയിലെത്തിയ മോഹൻലാൽ അവിടെ ദുരിതബാധിതരുമായി സംസാരിച്ചിരുന്നു, ക്യാമ്പിലുള്ളവരുമൊക്കെയായി സംസാരിച്ചിരുന്നു. പക്ഷേ വളരെ കുറച്ച് സമയം മാത്രം. ഇങ്ങനെ VIP-കൾ, കൂടുതൽ ആളുകൾ അറിയുന്നവർ, ആരാധകർ നിരവധിയുള്ളവർ, താരങ്ങളൊക്കെ എത്തുമ്പോൾ അത് ഒരു പരിധിവരെയെങ്കിലും ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാവുന്നവരുടെ കൂടി ശ്രദ്ധ മാറ്റിയേക്കാം, അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെയാണ് വലിയ തിക്കും തിരക്കും ഒന്നും സൃഷ്ടിക്കാത്ത തരത്തിലായിരിക്കണം ഇത്തരം ആളുകളെ എത്തിക്കേണ്ടത് എന്നുള്ളതും ദൗത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ഈ ദുരന്ത സ്ഥലത്ത് എത്തുന്നു, തെരച്ചിലിൻ്റെ ഭാഗമാകുന്നു എന്നതൊക്കെ കൂടുതൽ ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഇനിയും പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളെല്ലാം തന്നെ തുടരേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. അതിനും കൂടുതൽ പണം കണ്ടെത്തേണ്ട, സൗകര്യങ്ങൾ ഒരുക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. ചൂരൽമല ടൗണിനോട് ചേർന്ന പുഴ മലമുകളിൽ നിന്ന് ഒഴുകി വന്ന പാറക്കല്ലുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ പാറക്കല്ലുകൾ ആണ് ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞത്. ഉയരമുള്ള ഈ പാറക്കല്ലുകൾ, ഈ കല്ലുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം അങ്ങകലെ ആ ഉയരത്തിൽ കാണുന്ന കുമ്പാച്ചി മലയിൽ നിന്നും ഒഴുകി വന്നതാണ്. ഈ പാറക്കല്ലുകളാണ് ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷകളെ തച്ചു തകർത്ത് ഇല്ലാതാക്കിയത്. ഈ പാറക്കല്ലുകളാണ് ഒരുപാട് ജീവനുകളെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയത്. ഈ പാറക്കല്ലുകളാണ് ഒരുപാട് മനുഷ്യരുടെ, സാധാരണക്കാരായ മനുഷ്യരുടെ എല്ലാ പ്രതീക്ഷകളെയും ഒറ്റ രാത്രി കൊണ്ട് തകർത്തെറിഞ്ഞത്. നമ്മളിപ്പോൾ കാണുന്ന ഈ പ്രദേശത്ത് പൂർണ്ണമായും പുഴയായിരുന്നില്ല. ആ കാണുന്ന സ്കൂൾ കെട്ടിടം, ആ സ്കൂൾ കെട്ടിടത്തിന് തൊട്ടു മുമ്പിൽ മനോഹരമായ ഒരു ഗ്രൗണ്ട്. നമ്മൾ വെള്ളാർമല സ്കൂളിനെ കുറിച്ച് അവിടുത്തെ മലയാളം അധ്യാപകൻ എഴുതിയ ആ പാട്ടിൽ കണ്ടതുപോലെ തന്നെ മനോഹരമായ ഒരു ഗ്രൗണ്ട് ആയിരുന്നു. കുട്ടികൾ ഇവിടെ കളിച്ചു രസിക്കുമ്പോൾ ഒരു ചെറിയ പുഴ എതിർഭാഗത്ത് മെല്ലെ ഒരു ചോല പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഈ പ്രദേശമാകെ പാറക്കല്ലുകൾ നിറഞ്ഞ് വലിയൊരു ഒരു ശ്മശാന ഭൂമി പോലെ ഒരുപാട് മനുഷ്യജീവനുകളെ തകർത്തെറിഞ്ഞ ഒരു ശ്മശാന ഭൂമിയായി മാറി.